പ്രിയപ്പെട്ടവരെ, ന്യൂനമർദ്ദത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇത്തവണ നമ്മൾ സംസാരിക്കുന്നത് 2 ദിവസം മുമ്പ്, അല്ലെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഓഗസ്റ്റ് 7-ാം തീയതി സൗദി അറേബ്യയിലെ മക്കയിൽ 3 രാജ്യങ്ങൾ ചേർന്ന് ഒപ്പുവെച്ച സംയുക്ത പ്രതിരോധ കരാറിനെ കുറിച്ചാണ്. സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങൾ ചേർന്ന് മക്ക ജോയിൻറ്റ് ഡിഫൻസ് അഗ്രിമെൻറ്റ് എന്ന പേരിൽ ഒരു സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. മക്ക അഗ്രിമെൻ്റ് എന്നാണ് അത് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ അത് ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാർവദേശീയ തലത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയവുമാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28 മുതൽ തുടരുന്ന ഇറാൻ ഇസ്രായേൽ അല്ലെങ്കിൽ ഇറാൻ അമേരിക്ക യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോൾ ഔട്ട് എന്നുള്ള നിലയിലാണ് ഈ ഒരു മ്യൂച്വൽ ഡിഫൻസ് അഗ്രിമെൻറ്റിനെ, ജോയിൻറ്റ് ഡിഫൻസ് അഗ്രിമെൻറ്റിനെ ആളുകൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പല സ്വഭാവത്തിലുള്ള ജിയോ സ്ട്രാറ്റജിക്കലായിട്ട് സാർവദേശീയ രാഷ്ട്രീയത്തിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെയുള്ള പല സ്വഭാവത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ചർച്ചകൾക്കിടയിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു കോയിനേജ്, ഒരു വാക്കെന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിക് നാറ്റോ അല്ലെങ്കിൽ ഒരു മുസ്ലിം നാറ്റോ രൂപപ്പെടുകയാണ് എന്ന അർത്ഥത്തിലുള്ള പരാമർശം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നാറ്റോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ലോകത്ത് ഇന്ന് നിലവിലുള്ള ഏറ്റവും ശക്തിയുള്ള ഒരു മിലിറ്ററി അലയൻസാണ്. അമേരിക്കയും പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ചേർന്നിട്ടുള്ള, മുമ്പ് ശീതയുദ്ധകാലത്ത് സോവിയറ്റ് ബ്ലോക്കിനെ തടയാൻ വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള സൈനിക സഖ്യമാണ് നാറ്റോ എന്ന് പറയുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു മിലിറ്ററി അലയൻസാണ് നാറ്റോ. അപ്പോൾ അതേ മോഡലിൽ ഒരു മുസ്ലിം നാറ്റോ ഫോം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് നാറ്റോ ഫോം ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു ഡിസ്കഷൻ അന്തരീക്ഷത്തിൽ വലിയ തോതിലുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഈ പ്രധാനപ്പെട്ട 3 രാജ്യങ്ങൾ, മുസ്ലിം ലോകത്തെ പ്രധാനപ്പെട്ട 3 രാജ്യങ്ങൾ ഒത്തുചേർന്ന് ഒരു മ്യൂച്വൽ ഡിഫൻസ് അഗ്രിമെൻറ്റിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പരിണിതികൾ എന്തൊക്കെയായിരിക്കും, അതിൻ്റെ ഫോൾ ഔട്ട് എന്തൊക്കെയായിരിക്കും എന്നതിനെക്കുറിച്ചിട്ടുള്ള ആലോചനകൾ വളരെ സജീവമാണ്. അപ്പോൾ ഇതിൽ ഈ നാറ്റോ, മുസ്ലിം നാറ്റോ എന്ന ആ പ്രയോഗത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ ആദ്യം സംസാരിക്കാൻ വിചാരിക്കുന്നത്. ഈ നാറ്റോ എന്നൊരു പ്രയോഗം അതിനകത്ത് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നാറ്റോ എന്ന് പറയുന്ന സൈനിക സഖ്യത്തിൻ്റെ അതിലേറ്റവും പ്രമാദമായിട്ടുള്ള, അല്ലെങ്കിൽ അതിലേറ്റവും നിർണായകമായിട്ടുള്ളൊരു ക്ലോസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 5 ആണ്. ഈ ആർട്ടിക്കിൾ 5 എന്താണെന്ന് ചോദിച്ചാൽ, നാറ്റോ സഖ്യത്തിലെ ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ അത് മറ്റു രാജ്യങ്ങളെല്ലാം ആക്രമിക്കപ്പെട്ടതായിട്ട് കണക്കാക്കും എന്നുള്ളതാണ് ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 5 ഡോക്ട്രിൻ അതങ്ങനെ തന്നെ ഈ മക്ക ജോയിൻറ്റ് ഡിഫൻസ് അഗ്രിമെൻറ്റിലും ഉണ്ട് എന്നുള്ളതാണ്. അതായത് സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ ഈ 3 രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഈ അഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു രാജ്യം അറ്റാക്ക് ഓൺ വൺ കൺട്രി ഷുഡ് ബി കൺസിഡേർഡ് ആൻ അറ്റാക്ക് ഓൺ ഓൾ എന്ന് പറയുന്ന ഒരു പ്രയോഗം നമുക്ക് ഈ മക്ക ഡിക്ലറേഷനിലും കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇതൊരു നാറ്റോ ലൈക്ക് ഡിഫൻസ് അലയൻസ് അല്ലെങ്കിൽ മിലിറ്ററി അലയൻസ് എന്നൊരു വിശേഷണം ഇതിന് വരാൻ കാരണം. അപ്പോൾ ആ ഒരു മുസ്ലിം നാറ്റോ എന്ന് പറയുന്ന ഒരു പ്രയോഗം വരുന്നതോടുകൂടി അത് സൃഷ്ടിക്കുന്ന മറ്റു പല അർത്ഥങ്ങളുണ്ട്. അതിനെ ഭീതിയോടുകൂടി വലിയൊരു ഭീഷണിയായി അതിനെ കാണുന്ന, അല്ലെങ്കിൽ അങ്ങനെ പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതല്ല, നാറ്റോ പോലെ തന്നെ ഒരു അലയൻസ്, മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഒരു മിലിറ്ററി അലയൻസ് ഫോം ചെയ്യപ്പെടാൻ പോവുകയാണ് എന്ന നിലക്കുള്ള വിശകലനം കാണാൻ പറ്റും. അതിൽ തന്നെ ഇപ്പോൾ ഇനിയും വേറെയും രാജ്യങ്ങൾ ഈ ഡിഫൻസ് അഗ്രിമെൻറ്റിൻ്റെ ഭാഗമാകും എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഖത്തർ ഇതിൻ്റെ ഭാഗമായേക്കും, ഈജിപ്റ്റ് ഭാഗമാകും, സിറിയ ഭാഗമാകും എന്നൊക്കെയുള്ള വാർത്തകൾ പല ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. UAE വരുമോ എന്നൊക്കെയുള്ള വാർത്തകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈജിപ്റ്റുമായി ബന്ധപ്പെട്ട് ഇതിലെ ഒരു സഖ്യകക്ഷിയായിട്ടുള്ള തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹാക്കാൻ ഫിദാൻ ഇന്നലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്ന, ഈജിപ്റ്റ് ഇതിൽ വരാൻ എന്തുകൊണ്ടും യോഗ്യമായിട്ടുള്ളതാണ്, ഞങ്ങൾക്കൊരു തടസ്സമില്ല, പാകിസ്ഥാനും തടസ്സമുണ്ടാകാനിടയില്ല, സൗദി അറേബ്യക്കും തടസ്സമുണ്ടാകാനിടയില്ല, ചില ടെക്നിക്കൽ ഫോർമാലിറ്റീസ് കഴിഞ്ഞാൽ ഈജിപ്തും ഈ സഖ്യത്തിലേക്ക് വരും എന്ന അർത്ഥത്തിൽ ഹാക്കാൻ ഫിദാൻ സംസാരിക്കുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈജിപ്തും തുർക്കിയും തമ്മിൽ സംയുക്ത സൈനികാഭ്യാസങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈജിപ്റ്റ് ഈ അലയൻസിൻ്റെ ഭാഗമാകുമോ എന്ന ചർച്ച വ്യാപകമായിട്ടുണ്ട്. ഖത്തർ ഇതിൻ്റെ ഭാഗമാകുമോ എന്ന ചർച്ച വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു പുതിയൊരു മിലിറ്ററി ബ്ലോക്ക് ലോകത്ത് രൂപപ്പെടുകയാണോ എന്നുള്ളതാണ് ഈ വിശകലനങ്ങളിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്.
അപ്പോൾ ഇതെങ്ങനെയാണ് നാറ്റോ ആകുന്നത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ സംഗതി മാത്രമാണ് അതിൽ ഉള്ളത്. ഈ ആർട്ടിക്കിൾ 5 എന്ന് പറയുന്ന ഒരു ഡോക്ട്രിൻ, നാറ്റോയിലെ ആർട്ടിക്കിൾ 5 എന്താണോ പറയുന്നത് സമാനമായുള്ളൊരു ക്ലോസ് മെക്കാ അഗ്രിമെൻറ്റിലും ഉണ്ട്. അതിലപ്പുറം നാറ്റോയും ഇതും തമ്മിൽ എന്തെങ്കിലും താരതമ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ നാറ്റോ എന്ന് പറയുന്നത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു മിലിറ്ററി അലയൻസ് ആണ്. അതിന് നോക്കൂ, നാറ്റോയ്ക്ക് ഒരു ജോയിൻറ്റ് കമാൻഡ് സ്ട്രക്ചറുണ്ട്, ഒരു മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, ഒരു പൊളിറ്റിക്കൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, ആർമി ഡിപ്ലോയ്മെൻറ്റ് പ്രോട്ടോക്കോളുണ്ട്, ട്രൂപ്പ് ഡിപ്ലോയ്മെൻറ്റ് പ്രോട്ടോക്കോളുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു മിലിറ്ററി അലയൻസാണ്, വളരെ ഫങ്ഷണലായിട്ടുള്ളൊരു മിലിറ്ററി അലയൻസാണ് നാറ്റോ എന്ന് പറയുന്നത്. ജോയിൻറ്റ് കമാൻഡ് സ്ട്രക്ചർ, മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സ്, പൊളിറ്റിക്കൽ ഹെഡ് ക്വാർട്ടേഴ്സ്, പ്രോട്ടോക്കോൾ, ട്രൂപ്പ് ഡിപ്ലോയ്മെൻറ്റ് പ്രോട്ടോക്കോൾ, ഇതെല്ലാം ചേർന്നുള്ള വളരെ വളരെ ഡൈനാമിക് ആൻഡ് ആക്റ്റീവ് മിലിറ്ററി അലയൻസ് എന്ന് പറയാവുന്ന ഒരു സംവിധാനമാണ് നാറ്റോ എന്ന് പറയുന്നത്. പക്ഷേ ഈ മെക്കാ അഗ്രിമെൻറ്റിലൂടെ രൂപപ്പെട്ടിട്ടുള്ള ഈ ഡിഫൻസ് പാക്ട് അല്ലെങ്കിൽ ഈ ഡിഫൻസ് ബ്ലോക്ക് അല്ലെങ്കിൽ ഈ മിലിറ്ററി ബ്ലോക്ക് എന്ന് പറയുന്നത് ആ ഒന്നിലേക്ക് പോകുന്നില്ല. അത് ഒരു ജോയിൻറ്റ് കമാൻഡ് സ്ട്രക്ചർ അതിനകത്തില്ല, ഒരു മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സോ പൊളിറ്റിക്കൽ ഹെഡ് ക്വാർട്ടേഴ്സോ ട്രൂപ്പ് ഡിപ്ലോയ്മെൻറ്റ് പ്രോട്ടോക്കോളോ ഒന്നും അതിനകത്തില്ല. ഇതിൽ 5 കാര്യങ്ങളാണുള്ളത്. അതൊന്ന് മിലിറ്ററി എക്സസൈസാണ്, ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ഉണ്ട്, പിന്നെ ഇൻ്റലിജൻസ് ഷെയറിംഗ് ഉണ്ട്, പേഴ്സണൽ എക്സ്ചേഞ്ച് ഉണ്ട്, മ്യൂച്വൽ ട്രെയിനിങ് ഉണ്ട്, അതേപോലെ ഈ ഡിഫൻസ് പ്രൊഡക്ഷൻ, ജോയിൻറ്റ് ഡിഫൻസ് പ്രൊഡക്ഷൻ, പ്രധാനമായും ഈ 5 ഘടകങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ഈ പാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കൂ, ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് എന്ന് പറയുന്നത് പല രാജ്യങ്ങളും ഇപ്പോൾ തന്നെ ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് നടത്താറുണ്ട്. പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ ജോയിൻറ്റ് നാവൽ എക്സസൈസ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ ലോകത്ത് പല രാജ്യങ്ങളും തമ്മിൽ ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് നടക്കാറുണ്ട്. പിന്നെ പേഴ്സണൽ എക്സ്ചേഞ്ചാണ്. പേഴ്സണൽ എക്സ്ചേഞ്ച് പാകിസ്ഥാനും സൗദിയുടെയും കാര്യത്തിൽ പേഴ്സണൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് 1960 മുതൽ തന്നെയുണ്ട്. 1967 പാകിസ്ഥാനും സൗദി അറേബ്യയും ഒരു ജോയിൻറ്റ് ഡിഫൻസ് അഗ്രിമെൻ്റ് ഒപ്പുവെക്കുന്നുണ്ട്. അതിനുശേഷം ആയിരക്കണക്കിന് പട്ടാളക്കാർ, പാകിസ്ഥാൻ പേഴ്സണൽസ് സൗദി ലാൻഡിലുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ഇൻസ്റ്റലേഷൻസിൻ്റെയൊക്കെ സംരക്ഷണം, പലതിൻ്റെയും സംരക്ഷണം സൗദിയിലെ പല ഇൻസ്റ്റലേഷൻ്റെയും സംരക്ഷണം പാകിസ്ഥാൻ പട്ടാളക്കാരുടെ കയ്യിലാണ്. അപ്പോൾ അതും അതിനകത്തൊരു പുതിയ കാര്യമല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതെന്തോ ഒരു വലിയൊരു പ്രതിഭാസം രൂപപ്പെട്ടിരിക്കുന്നു എന്ന് ഈ മെക്കാ അഗ്രിമെൻറ്റിനെ കുറിച്ച് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ വർഷം സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഏതാണ്ട് സമാനമായിട്ടുള്ളൊരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നുണ്ട്. സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് അഗ്രിമെൻറ്റ് എന്ന പേരിൽ, SMDA എന്ന പേരിൽ 2025 സെപ്റ്റംബറിൽ ഒരു അഗ്രിമെൻറ്റിൽ എത്തുന്നുണ്ട്. ആ അഗ്രിമെൻറ്റിൽ ഇതേ ക്ലോസ്, ഈ ആർട്ടിക്കിൾ 5 ക്ലോസ് ഇതിനകത്തും കാണാൻ പറ്റും. അറ്റാക്ക് ഓൺ 1 country ഷുഡ് ബി കൺസിഡർഡ് ആസ് ആൻ അറ്റാക്ക് ഓൺ ബോത്ത് കൺട്രി എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയും പാകിസ്ഥാനും ഒരു മിലിറ്ററി ബ്ലോക്ക് ആവുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. പക്ഷേ അതിനുശേഷം നമുക്കറിയാം ഇറാൻ്റെ ഭാഗത്ത് നിന്നുള്ള ആക്രമണമുള്ള സൗദി അറേബ്യൻ ലാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ അത് വെച്ചിട്ട് ഇറാൻ ആക്രമിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ആ അഗ്രിമെൻ്റ് അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അഗ്രിമെൻറ്റ് ഓൾറെഡി ഉള്ളതാണ്. അതിനകത്ത് തുർക്കി കൂടി പാർട്ടായി എന്നുള്ളതാണ് പുതുതായിട്ടുണ്ടായിരിക്കുന്ന ഒരു സംഗതി. പക്ഷെ ഇതിനെ ലോകരാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമാക്കുന്ന ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട 3 ശക്തികളാണിത്. തുർക്കി എന്ന് പറയുന്നത് നാറ്റോ അംഗരാജ്യമാണ്. നാറ്റോയിലെ സെക്കൻഡ് ലാർജസ്റ്റ് മിലിറ്ററി എന്ന് പറയാവുന്ന രാജ്യമാണ്. എന്ന് മാത്രമല്ല അവരുടെ ഈ ഡിഫൻസ് ഇൻഡസ്ട്രിയിൽ, പ്രത്യേകിച്ച് ഡിഫൻസ് ഹാർഡ്വെയറിൽ ഇന്ന് ലോകത്ത് ഏറ്റവും മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ലോകത്തെ ഡിഫൻസ് ഡിഫൻസ് ഹാർഡ്വെയർ എക്സ്പോർട്ടിൻ്റെ ഗ്ലോബൽ റാങ്കിങ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ 11ാം സ്ഥാനത്തുള്ള രാജ്യമാണ്. അതിൽ തന്നെ ഈ ഏരിയൽ വാർഫെയറിൽ പുതിയ പ്രതിഭാസമായിട്ടുള്ള UAVs, അൺആംഡ് വെഹിക്കിൾസ്, അൺആംഡ് കോമ്പാറ്റ് വെഹിക്കിൾസ്, ഇതിൻ്റെ കാര്യത്തിൽ തുർക്കി വളരെ മുന്നിലാണ്. ഇന്നും മാർക്കറ്റിൽ മാർക്കറ്റിൽ ആക്റ്റീവ് കോമ്പാറ്റ് സോണുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രോണുകളിൽ, UAVകളിൽ 65% ടർക്കിഷ് പ്രൊഡക്ട്സ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഹൈ എൻഡ് കോമ്പാറ്റ് ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ വളരെ മുൻപന്തിയുള്ള രാജ്യമാണ്. ആ നിലയ്ക്ക് മിലിറ്ററി, ഡിഫൻസ് ഇൻഡസ്ട്രി, ഡിഫൻസ് എക്സ്പോർട്ട്, ഡിഫൻസ് ഹാർഡ്വെയർ ഇതിനകത്ത് വലിയ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. നാറ്റോയിലെ സെക്കൻഡ് ലാർജസ്റ്റ് മിലിറ്ററിയാണ്. ഇങ്ങനെയൊക്കെയുള്ള ജിയോ സ്ട്രാറ്റജിക് ലൊക്കേഷൻ വളരെ വളരെ പ്രധാനമാണ്.
അങ്ങനെയൊക്കെയുള്ള പ്രാധാന്യമാണ് തുർക്കിക്കുള്ളത്. പാകിസ്ഥാൻ എന്ന് പറയുന്ന അവരുടെ പേഴ്സണൽ സ്ട്രെങ്ത്, മിലിറ്ററി പേഴ്സണൽ എന്ന് പറയുന്നത് വളരെ ഹ്യൂജാണ്. അതൊരു ന്യൂക്ലിയർ ആംഡ് കൺട്രിയാണ്. മുസ്ലിം ലോകത്ത് ന്യൂക്ലിയർ ക്ലബിലുള്ള ഒരേ ഒരു രാജ്യമാണ്. ആ നിലക്കുള്ള ഒരു പ്രാധാന്യം പാകിസ്ഥാനുണ്ട്. സൗദി അറേബ്യയുടെ ഒരു മണി മസിൽ എന്ന് പറയുന്ന, ഫിനാൻഷ്യൽ മസിൽ എന്ന് പറയുന്നൊരു ഘടകം, സമ്പന്നമായിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ ഈ 3 സംഗതികൾ ചേർന്നിട്ടുള്ള ഒരു ഡിഫൻസ് ട്രയാങ്കിൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ലോകത്തൊരു പുതിയൊരു ഡിഫൻസ് ട്രയാങ്കിൾ രൂപപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള നിലക്കാണ് അതിന് ആളുകൾ വിശകലനം ചെയ്യുന്നത്. ആ നിലക്ക് അതിന് പ്രാധാന്യമുണ്ട്. പക്ഷേ അതേസമയം അത് ഇതൊരു പേപ്പർ, ഒരർത്ഥത്തിലൊരു പേപ്പർ ടൈഗറാണ്, ഒരു കടലാസ് പുലിയാണ്. ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഈ ഒരു മിലിറ്ററി അഗ്രിമെൻറ്റുമായി രൂപപ്പെട്ടില്ല. ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്തു, ഒരു കോമൺ ഡിക്ലറേഷൻ ഉണ്ടായി, ചില ധാരണകളുണ്ടായി എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള എന്തെങ്കിലും ഫ്രെയിം വർക്കുകൾ, സ്ട്രക്ചറലായിട്ടുള്ള എന്തെങ്കിലും ഫ്രെയിം വർക്കുകൾ നാറ്റോക്ക് ഉള്ളതുപോലെ ഇതിനകത്തില്ല. അതുകൊണ്ട് ഇതൊരു വലിയൊരു എന്തോ ഒരു ഗ്ലോബൽ പൊളിറ്റിക്സിൽ എന്തോ ഒരു വലിയ ആഘാതം സൃഷ്ടിക്കാൻ പോകുന്നു, വലിയൊരു ശക്തിയായി മാറാൻ പോകുന്നു എന്ന നിലക്കുള്ള വിശകലനങ്ങൾക്ക് പ്രത്യേകിച്ച് അർത്ഥമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു കൈൻഡ് ഓഫ് ബ്ലോക്കിംഗ്, ഒരു മിലിറ്ററി ബ്ലോക്ക് ഫോം ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു പ്രാധാന്യം അതിനുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നോക്കൂ, ഇതിന് നായകത്വം വഹിക്കുന്നത്, ഇതിന് നേതൃത്വം കൊടുക്കുന്നത് സൗദി അറേബ്യയാണ്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഇനിയും ഒരു ഡിഫൻസ് അലയൻസിൻ്റെ ഭാഗമാകേണ്ട കാര്യമില്ല. ബിക്കോസ് ദേ ആർ പാർട്ട് ഓഫ് നാറ്റോ ആൻഡ് നാറ്റോ ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് മിലിറ്ററി അലയൻസ് ഇൻ ദ വേൾഡ്. അപ്പോൾ നാറ്റോയുടെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ ഒരു നാറ്റോ അംഗരാജ്യം എന്നുള്ള പ്രിവിലേജ് അവർക്കുണ്ട്. അവരാക്രമിക്കപ്പെട്ടാൽ അവരെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം മറ്റ് നാറ്റോ അംഗരാജ്യങ്ങൾക്കുണ്ട്. ആ നിലക്കുള്ള എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ത്രെറ്റ് തുർക്കി അനുഭവിക്കുന്നില്ല. ഒരു വലിയ തോതിലുള്ള സെക്യൂരിറ്റി ത്രെറ്റ് അവർ അനുഭവിക്കുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചത് ഇങ്ങനൊരു ബ്ലോക്കിൻ്റെ ഭാഗമാകേണ്ട എന്തെങ്കിലും അത്യാവശ്യമില്ല. ഇത് സൗദി അറേബ്യയുടെ ആവശ്യമായിരുന്നു. കാരണം സൗദി അറേബ്യയുടെ അതെത്രത്തോളം വൾണറബിളാണ് എന്ന് ഈ ഫെബ്രുവരി 28 ശേഷമുള്ള ഇറാൻ അമേരിക്ക യുദ്ധം തെളിയിച്ചു. ഇപ്പോൾ സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്യൂരിറ്റി കവറേജ് എന്താണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ പ്രൊട്ടക്ഷനാണ്. ഞങ്ങളെ അമേരിക്ക സംരക്ഷിക്കും. ബിക്കോസ് അമേരിക്കൻ ബേസസ് ആർ ദെയർ. എല്ലാ ഗൾഫ് രാജ്യങ്ങളും അമേരിക്കൻ ബേസുകളുണ്ട്. അമേരിക്കയുടെ ബേസുകൾ അവിടെ അനുവദിക്കുന്നതിൻ്റെ ഒരേ ഒരു പ്രധാനപ്പെട്ട ന്യായം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്ക ഞങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കുമെന്നുള്ളതാണ്. സോ ഫോർ ദം അമേരിക്ക വാസ് ദ സെക്യൂരിറ്റി ഗ്യാരണ്ടർ. പക്ഷേ ഫെബ്രുവരി 28 ശേഷം ഉണ്ടായ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു സെക്യൂരിറ്റി അംബ്രല എന്ന് പറയുന്നത് വീക്കാണ്. അമേരിക്ക ആസ് എ സെക്യൂരിറ്റി ഗ്യാരണ്ടർ, അവർക്ക് അതൊക്കെ ദേ ആർ നോ മോർ അവർ ഗ്യാരണ്ടർ എന്ന ഒരു ബോധ്യത്തിലേക്ക് ഈ ഗൾഫ് രാജ്യങ്ങൾ, സൗദി അറേബ്യ പ്രധാനമായും കടന്നു എന്നുള്ളതാണ്. കാരണം അമേരിക്കൻ അസറ്റുകൾ ഈ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നതുകൊണ്ട് ഈ രാജ്യങ്ങൾ ഇറാനിൽ ആക്രമിക്കപ്പെട്ടു. അതിനെ തടയുവാൻ അമേരിക്ക സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ സൗദി അറേബ്യയിലുള്ള പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ഇൻസ്റ്റലേഷൻസ് ഹിറ്റ് ചെയ്യുന്നതിൽ ഇവരുടെ എയർ ഡിഫൻസിനെ ഭേദിച്ചുകൊണ്ട് കടന്നു വരാനും ഹിറ്റ് ചെയ്യാനും ഇറാന് സാധിച്ചു. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദ മോസ്റ്റ് വാല്യുബിൾ മിലിറ്ററി അസറ്റ് എന്ന് പറയാവുന്ന E3 സെൻട്രി അവാക്സ് എന്ന് പറയുന്ന എയർക്രാഫ്റ്റ്, അത് ഫ്ലൈയിങ് റഡാർ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് റഡാർ എന്നാണ് അതിനെക്കുറിച്ച് പറയുക. എന്ന് പറഞ്ഞാൽ ആകാശത്തുകൂടെ വരുന്ന എല്ലാ ശത്രുവിൻ്റെ ആക്രമണങ്ങളെ, ഡ്രോണുകളെ, മിസൈലുകളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധ സജ്ജമാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള വളരെ വിലപ്പെട്ടിട്ടുള്ള എയർക്രാഫ്റ്റാണ് ഈ പറയുന്ന അവാക്സ് എന്ന് പറയുന്നത്. ഈ അവാക്സ് പോലും ഇറാൻ ആക്രമണത്തിൽ തകർക്കപ്പെട്ടു. അതേപോലെ ഏരിയർ റീഫ്യൂലിംഗ് എയർക്രാഫ്റ്റുകൾ അത് ആക്രമിക്കപ്പെട്ടു. അപ്പോൾ ആ നിലയ്ക്ക് ഇത് വൾണറബിളാണ്. അമേരിക്ക നമുക്ക് നൽകുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്നത് അതിനകത്ത് അത് മാത്രമായിട്ട് നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല. നമുക്കൊരു സെക്കൻഡറി ലെയർ ഓഫ് സെക്യൂരിറ്റി കവറേജ് ആവശ്യമാണ്. അമേരിക്ക എന്ന് പറയുന്ന ഒരു സോൾ ഡിപ്പെൻഡൻറ്റ്, അമേരിക്കയെ മാത്രമായിട്ട് ആശ്രയിച്ചുകൊണ്ടുള്ളൊരു പരിപാടി നടക്കുകയില്ല എന്നൊരു ബോധ്യത്തിലേക്ക് സൗദി അറേബ്യ എന്ന് പറയുന്ന ഗൾഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കൻ അലൈ, അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്ത് രാജ്യം എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യം. എന്ന് പറഞ്ഞാൽ അമേരിക്ക പഴയതുപോലെ വിലമതിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു ആശയമാണ് ഇതിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ നിലക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഫോളോ ഔട്ട് ഇതിനകത്തുണ്ട്. അമേരിക്ക കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി സ്ട്രക്ചർ, അമേരിക്കയെ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ഡിഫൻസ് ഫ്രെയിംവർക്ക് അത് വർക്ക് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ഒരു സന്ദേശം ലോക സമൂഹത്തിലേക്ക്, അമേരിക്കയിലേക്ക്, മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ കൊടുക്കുന്നതിൽ ഈ അഗ്രിമെൻറ്റ് വളരെ പ്രധാനപ്പെട്ട പങ്ക്.
ആ നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് ഒരു ഡിഫൻസ് എഗ്രിമെൻ്റ് എന്നതിനേക്കാൾ ഒരു പൊളിറ്റിക്കൽ റീഫ്രെയിമിംഗ് എന്ന അർത്ഥത്തിലാണ് ഈ മെക്ക അഗ്രിമെൻറ്റ് അതിൻ്റെ പ്രാധാന്യം കിടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ നിലക്ക് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് ചർച്ച ചെയ്യപ്പെടും. ഇനി ഇത് ഇവർ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞതുപോലെ ഖത്തറും ഈജിപ്തും സിറിയയും ജോർഡനും ഒക്കെ ചേർന്നുകൊണ്ട് കുവൈറ്റും ഒക്കെ ചേർന്നുകൊണ്ട് ഇത് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അത് കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളൊരു ബ്ലോക്കായി മാറും എന്നുള്ളൊരു സംശയമില്ല. അപ്പോൾ ലോകത്തെ പ്രധാനപ്പെട്ട 3 ശക്തികൾ പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി, ഈ മൂന്ന് രാജ്യങ്ങൾ ഒരു സിംഗിൾ മിലിറ്ററി ബ്ലോക്കായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ സിംബോളിക്കായുള്ള കുറേ മെസ്സേജിങ് ഇതിനകത്തുണ്ട്. ഈ രാഷ്ട്രത്തലവന്മാർ ഒത്തുചേരുന്നു. അവർ റിയാദിൽ, സൗദി അറേബ്യയുടെ തലസ്ഥാനമായിട്ടുള്ള റിയാദിലോ അല്ലെങ്കിൽ അവരുടെ പ്രധാന നഗരമായിട്ട് ജിദ്ദയിലോ ഒന്നുമല്ല അവർ ഒത്തുചേരുന്നത്. അവർ മക്കയിലാണ് ഒത്തുചേരുന്നത്. മക്കയിൽ ഒരു പാലസിലാണ് ഒത്തുചേരുന്നത്. വെള്ളിയാഴ്ച അവിടെ ഈ രാഷ്ട്ര നേതാക്കന്മാരെല്ലാം ഒത്തുചേർന്ന് ജുമാ നമസ്കാരത്തിൽ പങ്കാളികളാവുന്നു. അതൊക്കെ ടെലിവൈസ് ചെയ്യുന്നു. അത് കൈൻഡ് ഓഫ് മെസ്സേജിങ് ആണ്. ഒരു മുസ്ലിം മാസിലേക്കുള്ള ഒരു സന്ദേശം കൊടുക്കുക. അതിൻ്റെ ഒരു സിംബോളിക്കായിട്ടുള്ള ഒരു സംഗതി കൂടെ അതിനകത്തുണ്ട്. അതുകൊണ്ട് കൂടെയാണ് ഇത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടത്. അതാണ് അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ ആലോചിക്കുമ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇത് വളരെ വളരെ കോഷ്യസ് ആയിട്ടുള്ളൊരു പ്രതികരണമാണ് ഇതിനോടുണ്ടായിട്ടുള്ളത്. ഞങ്ങൾ കാര്യങ്ങൾ നോക്കിക്കാണുന്നു, വീക്ഷിക്കുന്നു എന്നുള്ള നിലക്കാണ് ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അതായത് എടുത്തുചാടി പ്രതികരിക്കാനോ ഇതെന്തോ ഒരു കുഴപ്പം പിടിച്ച സംഗതിയാണെന്ന് നേരത്തെ പറഞ്ഞ് ഒന്ന് അതിനെ വലുതാക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആണ് എന്നൊരു സന്ദേശം കൊടുക്കാനോ ഒന്നും ഇന്ത്യൻ ഭരണകൂടം അല്ലെങ്കിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വളരെ ഇൻ്റലിജൻ്റായ രീതിയിൽ വളരെ സ്മാർട്ടായിട്ടുള്ളൊരു പ്രതികരണമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് കൺസേൺഡ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിൽ പാകിസ്ഥാൻ്റെ പങ്കാളിത്തമാണ്. കാരണം പാകിസ്ഥാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രധാനപ്പെട്ട ഒരു അഡ്വൈസറി രാജ്യമാണ്. അപ്പോൾ ആ പാകിസ്ഥാൻ ഒരു ലാർജർ സെക്യൂരിറ്റി ഫ്രെയിംവർക്കിലേക്ക്, ഒരു ലാർജർ സെക്യൂരിറ്റി അംബ്രലയ്ക്ക് കീഴിലേക്ക് വരുന്നു എന്നുള്ളത്, ലാർജർ ഡിഫൻസ് അംബ്രലയ്ക്ക് കീഴിൽ വരുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്പം കൺസേൺഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പാകിസ്ഥാനും നമ്മളും തമ്മിൽ പലപ്പോഴും സംഘർഷം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു സംഘർഷത്തിൽ പാകിസ്ഥാൻ പങ്കാളിയാകുന്ന സംഘർഷത്തിൽ പാകിസ്ഥാനെ സഹായിക്കാൻ ബാധ്യസ്ഥരായ വേറെ രാജ്യങ്ങളുണ്ടാകുന്നു എന്ന് പറയുന്നത് ബിറ്റ് കൺസേണിങ്. ആ നിലക്ക് ഇന്ത്യ അത് വളരെ സൂക്ഷ്മതയോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും സൗദി അറേബ്യയും വളരെ വളരെ നല്ല ബന്ധമുള്ള രാജ്യങ്ങളാണ്. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നുണ്ട്. വളരെ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഫ്രെയിംവർക്കുകൾ ഇന്ത്യ സൗദി അറേബ്യ റിലേഷൻഷിപ്പിലുണ്ട്. വലിയ തോതിലുള്ള വ്യാപാര ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വലിയ ബഹുമതികൾ സൗദി അറേബ്യ ഭരണകൂടം തന്നെ നൽകിയിട്ടുണ്ട്. ആ നിലക്ക് ഇന്ത്യയും സൗദി അറേബ്യയും വളരെ നല്ല ബന്ധം നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധത്തെ ഈ ഒരു അഗ്രിമെൻറ്റ് ഉലച്ചിലുണ്ടാക്കരുത് എന്നൊരു സംഗതി കൂടെ ഇന്ത്യയിലെ ഭരണകൂടം കാണുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെയായിരിക്കണം വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു സമീപനം ഉണ്ടായിട്ടുള്ളത്. പിന്നെ തുർക്കിയുടെ ഇതിനകത്തുള്ള പാർട്ടിസിപ്പേഷൻ, അഗൈൻ തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള അടുത്ത കാലത്തുണ്ടായിട്ടുള്ള അടുപ്പം, അതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സൂക്ഷ്മമായി ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെയൊക്കെ ആയിരിക്കും ജമ്മു കാശ്മീരിൻ്റെ വിഷയത്തിൽ തുർക്കി ഐക്യരാഷ്ട്രസഭയിലൊക്കെ എടുത്ത നിലപാടുകളിൽ ഇന്ത്യക്ക് വലിയ അമർഷമുണ്ടായിരുന്നു. ഇന്ത്യ ആ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയോട് അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ലാതെ നിൽക്കുന്ന ഒരു രാജ്യമാണ് നിലവിലെ അവസ്ഥയിൽ തുർക്കി. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നത്. ഏതാണ്ട് $9 ബില്യൺ വ്യാപാരമാണ് ഈ രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്നത്. അതിൽ തന്നെ ഇന്ത്യ തുർക്കിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് തുർക്കി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതലുള്ളത്. അതിൽ ഒരു മേൽക്കൈ അല്ലെങ്കിൽ ആ ട്രേഡ് വോളിയം നമ്മൾ മൊത്തം എടുത്ത് നോക്കിയാൽ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതാണ് കൂടുതലുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിലേക്കാണ് നമ്മൾ കാണേണ്ടത് തുർക്കി ഇന്ത്യക്കെതിരെ എടുക്കുന്ന സമീപനങ്ങൾ. ആ സമീപനം എടുക്കുമ്പോഴും വളരെ ആക്റ്റീവായിട്ടുള്ള ട്രേഡ് റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും ഇന്ത്യ ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് വളരെ വളരെ സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ചില കൗണ്ടർ ജിയോ പൊളിറ്റിക്കൽ മൂവ്സ് നടത്തുന്നുണ്ടായിരുന്നു. അതുകൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇന്ത്യയുടെ ഫോറിൻ റിലേഷൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ഫോറിൻ റിലേഷൻസ് ആക്ടിവിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ 3 രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ സവിശേഷമായി ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. അതിലൊന്ന് സൈപ്രസാണ്, ഒന്ന് ഗ്രീസാണ്, മറ്റൊന്ന് അർമീനിയയാണ്. ഇപ്പോൾ സൈപ്രസ് എന്ന് പറയുന്നത് നമുക്ക് മെഡിറ്ററേനിയൻ കടലിലുള്ള ഒരു ദ്വീപ് രാജ്യമാണ്. അതിൻ്റെ സൈപ്രസ് 2 കഷ്ണമായിട്ടാണ് നിൽക്കുന്നത്. ഒരു ഭാഗം തുർക്കി അനുകൂല വിഭാഗമാണ്. 1974 മുതൽ ടർക്കിഷ് സിപ്രിയോട്സ് അല്ലെങ്കിൽ ടർക്കിഷ് സൈപ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാഗം. അപ്പുറത്ത് ഗ്രീക്സ്
സൈപ്രസ്, യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള. അപ്പോൾ ആ സൈപ്രസുമായി ഇന്ത്യ വളരെ അടുത്ത ബന്ധം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഗ്രീസുമായിട്ട് ഇന്ത്യ വളരെ അടുത്ത ബന്ധമുണ്ട്. പലപ്പോഴും പിന്നെ ഡിഫൻസ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരെ പോകുന്ന തരത്തിൽ ആ ബന്ധം വികസിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈപ്രസും ഗ്രീസും തുർക്കിയോട് മുട്ടി നിൽക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ തുർക്കിയോട് എതിരിട്ട് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ അടുത്ത ബന്ധം നിലനിർത്തുന്നു എന്ന് പറയുന്നത് അതൊരു കൗണ്ടർ സ്ട്രാറ്റജിക് മൂവ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതേസമയം തുർക്കിയും ഗ്രീസും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുമെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. കാരണം ഇത് രണ്ടും നാറ്റോ അംഗ രാജ്യങ്ങളാണ്. പിന്നെ ഉള്ളത് അപ്പുറത്ത് അർമീനിയയും തുർക്കിയും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതായിരുന്നില്ല. ഈ അസർബൈജാനിലെ 2020 നടന്നിട്ടുള്ള നാഗർണോ കരാബാഖ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അർമീനിയയും തുർക്കിയും തമ്മിലുള്ള ബന്ധം വളരെ വളരെ മോശമായിരുന്നു. അപ്പോൾ ഇന്ത്യ അർമീനിയയുമായിട്ട് വളരെ നല്ല ബന്ധം ഉണ്ടാക്കുന്നുണ്ട്. വലിയ തോതിലുള്ള ഡിഫൻസ് എക്സ്പോർട്ട് അർമീനിയയിലേക്ക് ഇന്ത്യയുടെ ഡിഫൻസ് പ്രൊഡക്റ്റുകൾ പലതും അർമീനിയയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കൗണ്ടർ സ്ട്രാറ്റജിക് മൂവുകൾ ഇന്ത്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ടർക്കിഷ് ത്രെറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ അറിയാത്തൊരു കാര്യമല്ല. ഇന്ത്യ ആ ഒരു ഏരിയയിൽ ഹൈലി പ്രിപ്പയർഡാണ്. ഒരു പ്രിപ്പയർഡ്നെസ് ഇന്ത്യ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്തോ ഒരു പുതിയൊരു ത്രെറ്റ് രൂപപ്പെട്ടു എന്നുള്ള നമുക്ക് കാണേണ്ടതില്ല. ഒരു പുതിയൊരു യഥാർത്ഥത്തിൽ ഈ ഒരു ഡിഫൻസ് അഗ്രിമെൻ്റ് ഉണ്ടാകുന്നത് നമുക്കറിയാം ഇറാനുമായുള്ള യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അമേരിക്ക യുദ്ധം തുടങ്ങിയതിന് ശേഷം നമ്മളുടെ ഈ സെക്യൂരിറ്റി അംബ്രല എന്ന് പറയുന്നത് ഇത് ഫ്രജൈലാണ് എന്നുള്ളൊരു ബോധ്യം ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടാകുകയാണ്, പ്രത്യേകിച്ച് സൗദി അറേബ്യയ്ക്ക് ഉണ്ടാകുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഡിഫൻസ് ഫ്രെയിംവർക്ക് അതിൻ്റെ ഒരു ലെയർ ഒന്ന് കൂട്ടേണ്ടതുണ്ട്. ഒരു വേറൊരു ബൈപ്പാസ്, മറ്റൊരു വഴി കൂടെ അല്ലെങ്കിൽ മറ്റൊരു ലെയർ കൂടെ നമ്മൾ കണ്ടുവെക്കേണ്ടതുണ്ട്. അമേരിക്കൻ ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന ഒറ്റ കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന ബോധ്യമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു അഗ്രിമെൻറ്റിനെ സാധ്യമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിൽ പാകിസ്ഥാനും ടർക്കിയും അതിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ആണ് ഇന്ത്യയെ കൺസേൺ ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യ അതിൽ പ്രിപ്പയർഡാണ് എന്നുള്ള സംഗതി കൂടെയാണ്. പക്ഷേ എഗൻ നമ്മൾ കാണേണ്ട ഒരു സംഗതി, ഇതിനകത്ത് പിന്നെ ലോകത്തുള്ള നടക്കുന്ന ഈ പറയുന്ന ഈ നിലക്കുള്ള സ്ട്രാറ്റജിക് അലയൻസസ്, ഡിഫൻസ് അഗ്രിമെൻറ്റ്സ്, ഇതിനെല്ലാം ഒരു ഒറ്റ കണ്ണടയിലൂടെ കാണുന്നതിലും പ്രശ്നമുണ്ടാകും. ഇതെല്ലാം മൾട്ടി ലെയേർഡാണ്, പല അടരുകളുള്ള ഓരോ കാര്യങ്ങളും മൾട്ടി ലെയേർഡാണ്. അത് നമുക്ക് എളുപ്പം മനസ്സിലാകണം. ഇപ്പം ഞാൻ അർമീനിയയെക്കുറിച്ച് പറഞ്ഞു. അർമീനിയയും തുർക്കിയും തമ്മിലുള്ള ബന്ധം മോശമാകുന്നു. അർമീനിയ എന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ ക്രൈസ്തവ രാജ്യമാണ്. വലിയ പാരമ്പര്യമുള്ള ഗോൾഡൻ പാസ്റ്റ്, വളരെ ബൃഹത്തായിട്ടുള്ള സുവർണ്ണ ഭൂതകാലമുള്ള ഒരു മഹാസാമ്രാജ്യത്തിന്. പക്ഷേ ഇന്നതൊരു ഡിക്ലൈനിങ് സ്റ്റേജിലാണ്. ആ രാജ്യം ലാൻഡ് ലോക്കലായ രാജ്യമാണ്. പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യാണ്, ഫിനാൻഷ്യലി എല്ലാം തളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഇപ്പോൾ 2020 അസർബൈജാനും അർമീനിയയും തമ്മിൽ ഈ നഗർണോ കരാബാഖിൻ്റെ പേരിൽ യുദ്ധം നടക്കുന്നു. അതിൽ കൗതുകകരമായുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നഗർണോ കരാബാഖ് യുദ്ധം നടക്കുമ്പോൾ അർമീനിയയെ പിന്തുണച്ചുകൊണ്ട് അസർബൈജാനെതിരെ പ്രകടനം നടന്നൊരു സ്ഥലമാണ് നമ്മുടെ കേരളം. ഈ കാസ എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രിസംഗികളാണ് ആ പ്രകടനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അർമീനിയയെ പിന്തുണച്ചുകൊണ്ട് അസർബൈജാൻ പ്രകടനം നടത്തുകയുണ്ടായി. നല്ല കാര്യം എന്ന് വെച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ നഗർണോ കരാബാഖ് എന്ന് പറയുന്ന റീജിയൻ അത് തങ്ങൾക്ക് അവകാശപ്പെട്ടതെന്നുള്ള അർമീനിയ പറയുന്നത്, തങ്ങളുടേതാണെന്ന് അസർബൈജാൻ പറയുന്നത്. യുദ്ധത്തിലൂടെ അസർബൈജാനെ തിരിച്ചു പിടിച്ചു. അപ്പോൾ ആ യുദ്ധത്തിൽ അസർബൈജാനെ പിന്തുണക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ടറായിട്ടുണ്ടായിരുന്ന രണ്ട് രാജ്യങ്ങളാണ്. അത് നമ്പർ 1 തുർക്കിയായിരുന്നു, നമ്പർ 2 ഇസ്രായേലായിരുന്നു. അസർബൈജാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാക്കർ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇതാണ് ഇതിലൊരു കൗതുകം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇസ്രായേലിനെ പരസ്യമായി പിന്തുണക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഘമാണ് ഈ ക്രിസംഗി കൂട്ടം, കാസ എന്നൊക്കെ പറയുന്നത്. അവർ ഇസ്രായേൽ സപ്പോർട്ടറാണ്. ഇതേ ഇസ്രായേലിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യക്ഷമായിട്ടുള്ള സൈനിക പിന്തുണയിലാണ് അസർബൈജാൻ അർമീനിയയെ പരാജയപ്പെടുന്നത്. ഇതേ അർമീനിയക്ക് വേണ്ടിയിട്ടും ഇസ്രായേലിൻ്റെ സഹായത്തോടുകൂടി അസർബൈജാൻ അർമീനിയെ ആക്രമിക്കുമ്പോൾ അസർബൈജാനെതിരെ പ്രകടനം നടത്തുന്നതും ഇതേ കാസയാണ്. അപ്പോൾ ഇസ്രായേലിനൊപ്പം നിൽക്കുകയാണ് അവർ അർമീനിയക്കും ഒപ്പം നിൽക്കുകയാണ്, അവർ അസർബൈജാനെതിരെ നിൽക്കുകയാണ്. ഇതിനകത്ത് ഭയങ്കര വൈരുദ്ധ്യമാണ് ഈ സമീപനം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഗ്ലോബൽ പൊളിറ്റിക്സിനെ ഈ ഒറ്റക്കണ്ണിൽ മാത്രം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്.
മൾട്ടി ലെയറാണ്. ഒരു രാജ്യവും മറ്റു രാജ്യവും തമ്മിലുള്ള ബന്ധം ഒരു ഡൊമൈനിൽ വളരെ നല്ലൊരു ബന്ധമായിരിക്കും, മറ്റൊരു ഡൊമൈനിൽ വളരെ മോശം ബന്ധമായിരിക്കും. അതിനെ ഒരു മൾട്ടി ലെയർഡായിട്ട് കാണുമ്പോഴേ നമുക്ക് ഈ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ ഗ്രാമർ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു പഴയ ഷാജി കൈലാസ് സിനിമ മോഡലിൽ അങ്ങനെയല്ല ഗ്ലോബൽ പൊളിറ്റിക്സിനെ. ഒരുത്തം വന്ന് മറ്റവനെ ഇടിച്ച് നിരപ്പാക്കി എല്ലാം തീർക്കുന്നു, ഇപ്പുറത്ത് ഒരു മഹാശക്തിയായിട്ടുള്ള ഒരു വിജയം ഉണ്ടാവുന്നു. ഈ മട്ടിൽ ഗ്ലോബൽ പൊളിറ്റിക്സിനെ കണ്ടാൽ അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളെ കടക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. ഒരു മിലിറ്ററി അലയൻസ് രൂപപ്പെട്ടിരിക്കുന്നു, അവർ ലോകം പിടിച്ചടക്കാൻ പോകുന്നു, വലിയ ശക്തിയാകാൻ പോകുന്നു. ഈ മട്ടിൽ ഇതിനാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വിഡിത്തായിരിക്കും. ഒരു പുതിയൊരു ഡിഫൻസ് ലെയർ രൂപപ്പെട്ടിരിക്കുകയാണ്, അത്രമാത്രം കണ്ടാൽ മതി. അല്ലെങ്കിൽ ഒരു ഡിഫൻസ് കോൺസെപ്റ്റ് രൂപപ്പെട്ടിരിക്കുകയാണ് എന്ന് കണ്ടാൽ മതി. അല്ലാതെ ഒരു ആക്റ്റീവ് ഫങ്ഷണൽ മിലിറ്ററി അലയൻസായി മാറുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ഇമാജിനേറ്റീവ് മിലിറ്ററി അലയൻസ് എന്നുള്ള നിലയിൽ ഇപ്പോൾ അത് വളർന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ആ നിലയിലാണ് അത് ഇപ്പോൾ കൺസീവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഭാവിയിൽ ഇപ്പോൾ നാറ്റോ ഒക്കെ പറയുന്ന മാതിരിയുള്ള ഒരു സ്ട്രക്ചറൽ മിലിറ്ററി കമാൻഡ് സ്ട്രക്ചർ, മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ ഉള്ള സംഗതിയായിട്ടൊക്കെ വികസിക്കുമെന്ന് വെച്ചാൽ ഒരുപക്ഷെ വികസിച്ചേക്കാം. പക്ഷേ അതിനുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ പങ്കാളിയായിട്ടുള്ള രാജ്യങ്ങളിൽ അത് വളരെ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം സൗദി അറേബ്യ ഒരു രാജഭരണമാണ്. രാജാക്കന്മാർ മാറുന്നതനുസരിച്ച്, ചിലപ്പോൾ രാജാക്കന്മാരുടെ മൂഡ് മാറുന്നതനുസരിച്ച് അവരുടെ ഈ ഡിപ്ലോമാറ്റിക് പ്രയോറിറ്റീസ് വരെ മാറുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഈ മുഹമ്മദ് ബിൻ സൽമാനാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ഖത്തറുമായിട്ട് നേരത്തെ വളരെ മോശം ബന്ധമായിരുന്നു, ഇപ്പം വളരെ നല്ല ബന്ധമാണ്. UAE ആയിട്ട് വളരെ നല്ല ബന്ധമായിരുന്നു, ഇപ്പം മോശം ബന്ധമാണ്. ഇങ്ങനെയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്, വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഇനി പാകിസ്ഥാൻ എന്ന് പറയുന്നത്, അവിടെ നമുക്കറിയാം അവിടുത്തെ മിലിറ്ററി എന്ന് പറയുന്നത് എല്ലായിടത്തും മിലിറ്ററി ഓഫ് ദ നാഷൻ ആണെങ്കിൽ അവിടെ നാഷൻ ഓഫ് ദ മിലിറ്ററി ആണ്. പട്ടാളത്തിൻ്റെ രാജ്യമാണ് അവിടെ ഉള്ളത്. പട്ടാളം ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇതിൽ ചേരാൻ പോകുന്ന ഈജിപ്റ്റ് എന്ന് പറയുന്നത് ഒരു പട്ടാള മേധാവി പട്ടാള അട്ടിമറിയിലൂടെ അധികാരത്തിൽ വന്ന ഒരാളാണ്. അങ്ങേയറ്റം ഏകാധിപതിയായിട്ടുള്ളൊരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണം തന്നെ എത്രത്തോളം സ്റ്റേബിളാണ്, ഇനി അദ്ദേഹം മാറുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഭരണകൂടം ഏത് സ്വഭാവത്തിലായിരിക്കും എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള അൺസെർട്ടനിറ്റി ഉണ്ട്. അപ്പോൾ ആ നിലക്കുള്ള രാജ്യങ്ങളാണ് ഇപ്പോൾ നാറ്റോയിൽ. അങ്ങനെ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതും ഒരു പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്നുള്ള ആ രാജ്യങ്ങളെല്ലാം വളരെ സ്റ്റേബിളാണ്, വളരെ സ്ട്രക്ചേർഡാണ്, എല്ലാം ഡെമോക്രസീസാണ്. ആ നിലക്കുള്ളൊരു സ്റ്റെബിലിറ്റി ഇതിൽ പങ്കാളിയായിട്ടുള്ള രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ, സൗദി അറേബ്യ, സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു പോളിസി സ്റ്റെബിലിറ്റി ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു നാറ്റോയെ പോലെ ഒരു ആക്റ്റീവ് ഡിഫൻസ് മിലിറ്ററി ബ്ലോക്കായിട്ട് മാറും എന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയ ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സ്റ്റിൽ ദർ ഇസ് സോ മച്ച് പൊളിറ്റിക്കൽ റെലവൻസ്. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള ഒരു റീതിങ്കിങ്, ഒരു ജിയോ സ്ട്രാറ്റജിക് റീതിങ്കിങ് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നു എന്നുള്ളതാണ് ഈ മക്ക അഗ്രിമെൻ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോളോ ഔട്ട് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ടേക്ക് ഹോം എന്ന് പറയുന്നത്. അതിലപ്പുറം എന്തോ ഒരു മഹാപ്രതിഭാസം എന്നുള്ള നിലയിൽ തന്നെ നമ്മൾ കാണുന്നത് ഒരു അധിക വായനയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ന്യൂനമർദ്ദം മറ്റൊരു എപ്പിസോഡുമായി പിന്നീട് കാണാം.